നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേരളം കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന വിഷയമാണ് ജോസ് കെ മാണി എന്ന അതിശക്തനായ കേരള കോൺഗ്രസിൻ്റെ നേതാവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അണികളും ഉടനെ LDF വിട്ടിട്ട് ഉടൻ UDF ചേക്കേറും. അതിനെ സ്വാഗതം ചെയ്യാൻ UDF അതിലെ ആദരണീയരായ നേതാക്കളെല്ലാം തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 2 ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. അതിനിടയിൽ സോണിയാഗാന്ധി വിളിക്കുകയും ചെയ്തു. സോണിയാഗാന്ധി വിളിച്ച് ജോസ്മോനോട് പറഞ്ഞു, ജോസ്മോനെ നീ ഒരു കാര്യം ചെയ്യണം, നീ എത്രയും പെട്ടെന്ന് LDF എന്ന് പറയുന്ന മുന്നണി വിടണം, അത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്, തുടർന്ന് UDF നീ എത്തിപ്പെടണം, എത്തിപ്പെട്ടില്ലെങ്കിൽ ഇതേണ്ട എൻ്റെ സ്വഭാവം അങ്ങ് മാറുകയെ എന്ന് പറഞ്ഞു. അത് കേട്ട ജോസ് കെ മാണിക്ക് പ്രാണസാന്തരമുണ്ടായി. എത്രയും പെട്ടെന്ന് മുന്നണിയിലേക്ക് UDF എത്തിയില്ലെങ്കിൽ സോണിയാജി എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ജോസ്മോൻ തീരുമാനമെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ ചൂട് പിടിച്ച് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ സമയം നമ്മൾ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടക്കുന്ന ചില സംഭവ വികാസങ്ങളിലേക്ക് പോയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. 2020 എങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ ദേണ്ട ജോസ്മോനെ നിന്നെ ഈ മുന്നണിക്കകത്ത് കണ്ടുപോകരുത് എന്ന് അന്ത്യശാസനം കൊടുക്കുകയായിരുന്നു അന്ന് UDF നേതാക്കന്മാർ ചെയ്തത്, UDF നേതൃത്വം ചെയ്തത്. പിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ജോസ് കെ മാണി പറഞ്ഞു എന്നെ കൊണ്ട് സൗകര്യമില്ല അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ എന്നും പറഞ്ഞു. എന്നാൽ പിന്നെ നീ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മുന്നണിയിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയവരാണ് ഇന്ന് ജോസ് കെ മാണിക്ക് വേണ്ടി ഇമ്മാതിരി കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ലജ്ജിച്ചോളൂ, തലയിലൂടെ മുണ്ടിട്ട് നടന്നോളൂ എന്ന് പറയാനേ തോന്നുന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന ജോസ് കെ മാണിയുടെ പിതാവ്, അതായത് ആരാണെന്നറിയാമല്ലോ, മാണി സാറ് ഒരിക്കൽ പറഞ്ഞു എന്നെ പിന്നിൽ നിന്ന് കുത്തിയവരാണിവർ എന്ന് പറഞ്ഞു. UDF നേതൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണ്ട് ബിജു രമേശ് എന്ന് പറയുന്ന ഒരു ബാറുകളുടെ ഉടമ എന്ന് പറയുന്നതാണ് ശരി, ഇവിടെ വലിയൊരു ആരോപണം ഉന്നയിച്ചു, എല്ലാവർക്കും കൈക്കൂലി കൊടുത്തു എന്ന്. അന്ന് ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന അതികായനായ നേതാവാണ്. ആ അതികായനായ നേതാവിനെതിരെയും പരാതി ഉണ്ടായിരുന്നു കേട്ടോ, 1 കോടി രൂപയുടെ പരാതി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആൾ FIR ഇടിയിച്ചു KM മാണി സാറിനെതിരായിട്ട്. അപ്പോഴും പിന്നിൽ നിന്ന് കുത്തി എന്ന് ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു മാണി സാറ് ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ജോസ് കെ മാണിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയ അതേ മുന്നണിയിലേക്ക് ജോസ് കെ മാണി വീണ്ടും എത്തിച്ചേരുന്നു. ഇതാണ് ചൂടുപിടിച്ച വാർത്ത. എങ്ങനെ? അപ്പോൾ നമ്മൾ പല നേതാക്കന്മാരുടെയും ബൈറ്റുകളിലേക്ക് നമ്മൾ പോയി പലരുടെയും അഭിപ്രായം ആരാഞ്ഞു. പക്ഷേ ജോസ് കെ മാണിയുടെ ഒപ്പമുള്ള കോൺഗ്രസ് M എന്ന് പറയുന്ന ഗ്രൂപ്പിന് അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടേയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാൾക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി UDF ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഒരു കുഞ്ഞിന് പോലും ഉണ്ടായിട്ടില്ല. 5 MLA മാരാണുള്ളത്, അതിലൊരു മന്ത്രിയും. അവർക്കാർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല. അതേസമയം മാധ്യമങ്ങളെടുത്ത് കുഴലൂത്ത് നടത്തി. ഇവിടെ ജോസ് കെ മാണി ഇതാ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഷർട്ടും മുണ്ടും എടുത്തിട്ടു, എവിടേക്കാണ് UDF യാത്രയിലാണ്, വാഹനത്തിൽ കയറി എന്നതടക്കമുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ജോസ് കെ മാണി പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് നിർത്തുവോ, കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല, തൽക്കാലം മുന്നണി വിടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അതേസമയം അപ്പുറത്തോട്ട് റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രിയുടെ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിഷേധ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തുടരും എന്ന് പറയുന്ന ഒരു ചിത്രം, അതായത് റോഷി അഗസ്റ്റിൻ ഫേസ്ബുക്കിലും പ്രമോദ് നാരായണൻ ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ആർക്കും ചർച്ചയിലേക്ക് കൊണ്ടുവരികയേ വേണ്ട. റോഷി അഗസ്റ്റിൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സർക്കാരിനൊപ്പം തന്നെയാണ് അല്ലെങ്കിൽ LDF തന്നെയാണ് ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇത്ര മടി? അവിടെ ജോസ് കെ മാണി വരാതിരുന്നത് വലിയ വാർത്തയായി. വന്നവരെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഐഷ പോറ്റി ഒരാളും അല്ല. ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തക പോലുമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ. ആ ഐഷ പോറ്റി കോൺഗ്രസിന്റെ കൈപിടിച്ചപ്പോൾ അവരെല്ലാവരും വാർത്തയുടെ ഒരു കുത്തി ഒലിച്ചെഴുകുന്ന ഒരു വലിയ പ്രവാഹമായിരുന്നു ഉണ്ടായത്. ഐഷ പോറ്റി കോൺഗ്രസ് വിട്ടു, ഇനി LDF വിട്ടു, CPM വിട്ടു കോൺഗ്രസിനൊപ്പം.
ഐഷ പോറ്റി സ്വന്തമായി അനാരോഗ്യം പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടുപോയതാണ്, പാർട്ടിയിലില്ല. അപ്പോൾ പാർട്ടി ഇല്ലാത്ത ഒരാൾ CPM എങ്ങനെ വിടും എന്നുള്ളതാണ്. CPM നേരത്തെ വിട്ടതാണ് ഐഷ പോറ്റി. എന്നിട്ടിപ്പോൾ അതും വലിയ വാർത്തയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഞാനൊരു കാര്യം ചെയ്യും, ഇങ്ങനെ ജോസ് കെ മാണി ഇട്ട് ഇങ്ങനെ പന്ത് തട്ടികളൊക്കെയാണ്. പണ്ട് രാവണന്റെ സഹോദരി ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയും വിവാഹം കഴിക്കാം എന്ന ആഗ്രഹത്തോട് രാമനെ വിവാഹം കഴിക്കാം എന്നൊരു സാധനം നമുക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുകയാണ്. UDF-നകത്തിലെ എല്ലാവരും പറയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കാനും സോണിയാഗാന്ധി വിളിച്ചുപദേശിക്കാനും അത്രയ്ക്ക് മൊണ്ണയാണോ ജോസ് കെ മാണി? ചോദിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് പൊട്ടനാണോ ജോസ് കെ മാണി? നിലപാടില്ലാത്തവനാണോ ജോസ് കെ മാണി? അല്ല. ജോസ് കെ മാണിക്ക് വ്യക്തമായി അറിയാം എന്തിനാണ് ഞാൻ UDF എന്ന് പറയുന്ന മുന്നണി വിട്ടത്. ജോസ് കെ മാണി നന്നായി മനസ്സിലാക്കിയ ഒരാളാണ്. എന്തിന് പുറത്തേക്ക് ഇറങ്ങി വന്നു, ആരാണ് സ്വന്തം പിതാവായ മാണി KM മാണിയെ പിന്നിൽ നിന്ന് കുത്തിയത്, ഇതെല്ലാം ജോസ് കെ മാണിക്ക് അറിയാം. ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരാൾ ഇനിയും തിരിച്ച് UDF-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ തനിക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ പട്ട് പരവതാനി വിരിച്ച കോട്ടകൊത്തളങ്ങളായിരിക്കില്ല എന്നും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മാറാലകളായിരിക്കുമെന്നും ജോസ് കെ മാണിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ആത്മഹത്യാപരമായ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ജോസ് കെ മാണിക്ക് കഴിയില്ല. ഇനി തലച്ചോറില്ലാത്ത ഒരു പൊട്ടനാണോ ജോസ് കെ മാണി എന്നുള്ള ചോദ്യം അല്ല. ഇത്രയും വലിയ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ശക്തനായ നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് ജോസ് കെ മാണി അറിയാവുന്നത്. അതുപോലൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവായ മാണി സാറിനെ നമുക്കറിയാം. അദ്ദേഹം എത്രത്തോളം ശക്തനായിരുന്നു കേരള കോൺഗ്രസിനുള്ളിൽ, അല്ലെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ശക്തനായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതേ പിതാവിന്റെ മകനാണ് ജോസ് കെ മാണി. ആ ജോസ് കെ മാണിക്ക് കൃത്യമായി അറിയാം എവിടെ എങ്ങനെ ഏത് സമയത്ത് എപ്പോൾ നിലനിൽക്കണം എന്നുള്ള കാര്യം. ഇനി സോണിയാഗാന്ധി വിളിച്ച കാര്യം, സോണിയാഗാന്ധിക്ക് ഒന്നാമത് അനാരോഗ്യം കാരണം ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് സോണിയാഗാന്ധി. അത് BRM ഷഫീറിനെ പോലുള്ള പല നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ പോലും നയിക്കാനും നിലനിർത്തിക്കൊണ്ടു പോരാനും അവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവിനെ വിളിച്ചൊന്ന് ഉപദേശിക്കാനും പോലുമുള്ള കെൽപ്പോ പ്രായമോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്, ആരോഗ്യമോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് സോണിയാഗാന്ധി കഴിഞ്ഞുകൂടുന്നത്. കാര്യം ഇന്ന് AICC-ക്കുള്ളിൽ, അതായത് നമ്മുടെ കോൺഗ്രസിനുള്ളിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് പോലും സോണിയാഗാന്ധി അപ്ഡേറ്റഡ് അല്ല. കാര്യം പ്രായം, അനാരോഗ്യം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കുത്തഴിഞ്ഞ സാധനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദേശീയ തലത്തിൽ. ബീഹാറിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ BJP-യിലേക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞു, അതിനകത്തേക്ക് ചാടിക്കയറി കഴിഞ്ഞു. ഇതേപോലെ ഹരിയാന പോലുള്ള സംസ്ഥാനം നഷ്ടപ്പെടുത്തി, അവിടെ നിന്ന് ഇങ്ങോട്ട് മഹാരാഷ്ട്ര നഷ്ടപ്പെടുത്തി, ഡൽഹി നഷ്ടപ്പെടുത്തി എന്ന് വേണ്ട സകലമായ ഇടങ്ങളിലും കുത്തിത്തിരിപ്പും കൊണ്ട് നടക്കുക, തലകുത്തി താഴേക്ക് വീണു പടവലങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയി. ആ കോൺഗ്രസ് പാർട്ടിയെ പോലും നിലനിർത്താൻ കഴിയാത്ത തൻ്റെ മകനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു അമ്മയാണ് സോണിയാഗാന്ധി. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ സ്വന്തം ഭർത്താവ് കയ്യിലേക്ക് ഏൽപ്പിച്ചു പോയ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് കാണുന്ന നാശത്തിലേക്ക് നയിച്ചത് സ്വന്തം പുത്രനാണല്ലോ എന്നോർത്ത് ആദി പിടിച്ചിരിക്കുന്ന ഒരു അമ്മ എന്ന് വേണേൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാതായി. ആ സോണിയാഗാന്ധിക്ക് എന്ത് അധികാരമുണ്ടായിട്ടാണ് ഈ പറയുന്ന ജോസ് കെ മാണിയെ വിളിക്കേണ്ടത്? ജോസ് കെ മാണിയെ വിളിച്ചിട്ട് അതെ ജോസ് മോനെ നീ UDF-ലേക്ക് ചേരൂ എന്ന് പറയാൻ? ഈ UDF-ന് അല്ലെങ്കിൽ കേരള കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേരള കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കാനും കേരള കോൺഗ്രസിനകത്തുള്ള ഒരാളെ നിയന്ത്രിക്കാനുമുള്ള ശേഷി സോണിയാഗാന്ധിക്കുണ്ടോ? അധികാരമുണ്ടോ? പവറുണ്ടോ? ഉണ്ടെങ്കിൽ ആര് കൊടുത്തു? അങ്ങനെ ഒരു പവർ ഇല്ല. കാരണം കേരളത്തിലെ ശക്തമായ ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് M. ഒറ്റയ്ക്ക് നിന്നാൽ പോലും ജയിക്കാൻ ശേഷിയുള്ള ഒരു ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണെന്നേ മാണി ഗ്രൂപ്പ്. ആ മാണി ഗ്രൂപ്പിനെ സോണിയാഗാന്ധിയുടെ ഇത് വേണ്ട, ഉപദേശം വേണ്ട, മാണി ഗ്രൂപ്പ് എന്ത് ചെയ്യണമെന്നറിയാൻ. അപ്പോൾ അതും തെറ്റായിപ്പോയി. ഇതെല്ലാം മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തയാണ്. മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്ത. തുടക്കം എങ്ങനെ? തുടക്കമുണ്ടാക്കി വെച്ചതും UDF ആണ്. നമുക്കറിയാം മാധ്യമങ്ങൾ കൂടുതലും UDF-ന്റെ കുഴലൂത്താണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് ഇതിന് തുടക്കമിട്ടത്? തുടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി നിലമ്പൂരിൽ ഉണ്ടായ വിജയം എന്തോ ഞെട്ടിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന വിജയമാണ് എന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ട് നടക്കുന്ന UDF അന്നേ ഒരു ഏറെറിഞ്ഞിട്ടു. എന്താണ്?
ഇവിടെ ജോസ് കെ മാണി ഇപ്പോൾ അതാ ഞങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊരു വെറുതെ ഒരു ഏറെറിഞ്ഞിട്ടു. അപ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായ വിജയം നേടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി, ഗംഭീര വിജയം നമ്മൾ അടിവരയിട്ട് പറയണം, വെറും ഈ കേരളം ഒട്ടുക്ക് 3.3 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം, അത് മാത്രമാണ് LDF UDF തമ്മിലുള്ള ആകെയുള്ള ടോട്ടൽ വോട്ട് ഷെയറിലുള്ള വ്യത്യാസം. 3.3 ലക്ഷം വോട്ട്. ഈ UDF കിട്ടിയ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെയാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. 5 ലക്ഷത്തോളം മുസ്ലിം ലീഗിൻ്റെ വോട്ട എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ അർത്ഥം. കോൺഗ്രസിനെ നിലനിർത്തുന്നത് ലീഗാണ് എന്ന് ചുരുക്കം. അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിയുടെ നട്ടല് ലീഗാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഈ ഒരു സാഹചര്യം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടിയപ്പോൾ ഇതിൽ മതിഭ്രമം പൂണ്ടിട്ട് ജോസ് കെ മാണി ഇപ്പോൾ ദാ UDF ചാടിക്കയറി വരാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചു. ആര് ജനിപ്പിച്ചു? UDF നേതാക്കന്മാർ തന്നെ പ്രചരിപ്പിച്ചു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല. ഫലവത്താകാതെ വരികയും കനകോലു എന്ന് പറയുന്ന സുനിൽ കനകോലു എന്ന് പറയുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കോടിക്കണക്കിന് രൂപ മുടക്കി ഇവിടുത്തെ AICCയും KPCCയും കൂടെ നടത്തിയ വമ്പിച്ച പരിപാടി സുൽത്താൻ ബത്തേരിയിൽ, അതിനിടയിൽ പറഞ്ഞു ഇവിടെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു മാങ്ങാത്തൊലിയും ഇല്ല, നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് ജയിക്കാം, അല്ലാതെ വേറെ യാതൊരു സ്ട്രാറ്റജിയും ഇല്ല. പിന്നെ കുറച്ച് കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു തോന്നൽ ജനിപ്പിക്കുക. കനകോലുവിന്റെ ചിന്താഗതിയാണ്. കാര്യം കാശ് മേടിക്കുന്നതല്ലേ. കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന സുനിൽ കനകോലുവിന് ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വികാരം സൃഷ്ടിച്ചെടുക്കുക, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചാൽ മതി, നിങ്ങൾ ജയിച്ചു. അപ്പോൾ അങ്ങനത്തെ തോന്നിപ്പിക്കലുകളിലേക്ക് പോയി. ആ തോന്നിപ്പിക്കലിന്റെ ആദ്യ പടിയാണ് ജോസ് കെ മാണി മുന്നണി വിടുന്നു. അപ്പം ജോസ് കെ മാണി സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി എന്തുകൊണ്ട് മുന്നണി വിടുന്നു? അടുത്ത ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് ജോസ് കെ മാണി മുന്നണി വിടുന്നത്? അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ കയറില്ല. കാരണം ജനങ്ങളെല്ലാവരും എതിരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതിന്റെ പ്രധാന കാരണം ജനദ്രോഹപരമായ സർക്കാരിന്റെ നടപടിക്രമങ്ങളാണ്. അതുകൊണ്ട് പൊതുജനം LDF സർക്കാരിനെതിരാണ് എന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. അങ്ങനെ തോൽക്കാൻ പോകുന്ന ഒരു മുന്നണിയുടെ ഭാഗമാകാൻ തന്നെ കിട്ടില്ല എന്ന് ജോസ് കെ മാണി വിശ്വസിച്ചിട്ട് ജോസ് കെ മാണി മുന്നണി വിടുന്നു. ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കണം. ഇതാണ് തന്ത്രം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ജോസ് കെ മാണി മുന്നണി വിടുന്ന തരതായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇതിങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടേയിരുന്നു. പണം വാങ്ങിയിട്ടാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ജോസ് കെ മാണി മുന്നണി വിട്ടു എന്ന് തന്നെ പലരും അച്ചുനിരത്തി. അപ്പോൾ അങ്ങനെ തുടങ്ങി ഈ ഒരു കളി കളിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കനകോലു തന്ത്രമാണ് ശരിക്കും VD സതീശനും കൂട്ടരും ഈ തെരഞ്ഞെടുപ്പിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാർഡ്. കള്ളത്തരം പ്രചരിപ്പിക്കുക. ഇനിയിപ്പോൾ അടുത്ത വന്നിട്ട് അതാണ് വിസ്മയം സംഭവിക്കുമെന്ന് VD സതീശൻ പറഞ്ഞത്. സുരേഷ് കുറുപ്പ് ഇപ്പോൾ ഉടനെ പാർട്ടി വിട്ട് വരാൻ പോവുകയാണ്. സുരേഷ് കുറുപ്പ് പുള്ളിയും സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ചതാ. അപ്പോൾ പുള്ളിക്കാരന് ഇപ്പോൾ ഉടനെ CPM വരും. പിന്നെ ഐഷ പോറ്റി വന്നു കഴിഞ്ഞു. ഇവരെയൊക്കെ കൊണ്ട് ഈ കോൺഗ്രസ്, അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് അനാരോഗ്യം കാരണം ലീവ് എടുത്തു പോകുന്നവരെ കൊണ്ടുവന്ന് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിലേക്ക് കുത്തി നിറയ്ക്കാനുള്ള ഒരു തന്ത്രം കനകോലു പറഞ്ഞു കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷം തകർന്നു എന്ന് വരുത്തി തീർക്കുക. ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ അതിലെ ഘടകകക്ഷികളും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല ജോസ് കെ മാണി മുന്നണി വിടാൻ തീരുമാനിച്ചിട്ടില്ല. ജോസ് കെ മാണി വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം ജോസ് കെ മാണിയോ ജോസ് കെ മാണിയുടെ കൂട്ടത്തിലുള്ള ഒരു നേതാക്കളോ എടുത്തിട്ടില്ല. ഇനിയും ജോസ് കെ മാണി അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ജോസഫ് ആണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പിന്നെ കല്ല് വെറുക്കി എറിയും. ജോസഫിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് പുള്ളി കല്ല് വെറുക്കി എറിയും. അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ UDF ഉണ്ടാക്കി വെക്കുന്ന നല്ല ഒന്നാന്തരം ഒരു തിരക്കഥയാണ് ഈ ജോസ് കെ മാണിയുടെ UDF പ്രവേശനം. ഈ തിരക്കഥയ്ക്ക് വേണ്ട പുട്ടും അതോടൊപ്പം തന്നെ ഈ പുട്ടിന് വേണ്ട പീരയും എന്നൊക്കെ പറയുന്ന പോലെ ഈ തിരക്കഥയ്ക്ക് വേണ്ട പീരയെല്ലാം ഇട്ടുകൊടുക്കുകയാണ് ശരിക്കും മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജോസ് കെ മാണിയെ വരുതിയിലാക്കി കൊണ്ടുപോകാൻ വേണ്ടി വയ്യാതെ കിടക്കുന്ന പിന്നെ സോണിയാഗാന്ധിയെ വരെ ഇതിനകത്ത് ദുരുപയോഗം ചെയ്തു. സോണിയാഗാന്ധി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഗോവർദ്ധൻ്റെയൊക്കെ കേസിൽ ആകപ്പാടെ സോണിയാഗാന്ധിക്ക് തലവേദന എടുത്തിരിക്കുന്ന സമയത്താണ് വീണ്ടും സോണിയാഗാന്ധിയെ കേരളത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്നത്. എടാ നീയൊക്കെ എന്ത് പണ്ടാരെങ്കിലും കാണിച്ചു കൂട്ടുന്നതാണ് സോണിയാഗാന്ധി ചിന്തിക്കുന്നത്. കാര്യം അടപടലൻ നോർത്ത് ഇന്ത്യയിൽ പോയി, ഇനി ആകെപ്പാടുള്ള കേരളമാണ്. ഇനി അതുകൂടെ കൈവിട്ട് കഴിഞ്ഞ് ഏകദേശം തീരുമാനമാകും എന്നുള്ളത് സോണിയാഗാന്ധിക്ക് അറിയാം.
അങ്ങനെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വന്തം ഭർത്താവ് കയ്യിലേക്ക് ഏൽപ്പിച്ച പാർട്ടിയെ ഈ ഗതിയിലേക്കാക്കിയ ഒരു മകനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം മാതാവ് കൂടിയാണ് സോണിയാഗാന്ധി എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.